ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം അള്ളാഹു എല്ലാവരിലും എപ്പോഴും ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ ഓരോന്നും നമുക്ക് അടുത്തറിയാനും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിലും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് ദിവസവും ഓരോ സൂറത്തുകളിലൂടെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് കൂടുതൽ അറിവ് വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനും മനസ്സിലാക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. പഠിച്ച കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ, പ്രാവർത്തികമാക്കാൻ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ മരണം വരെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമ്മൾ സൂറത്തുൽ ഹാഖയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായി നമുക്കൊന്ന് കുറച്ചൊന്ന് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ്ഖ മൽ ഹാഖ്ഖ വമാ അദ്റാക മൽ ഹാഖ്ഖ كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. നമ്മൾ ഹാഖ അല്ലെ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആ ഒരു മഹാസംഭവത്തെ അല്ലേ, വല്ലാതെ ഒരു ഭീതിപ്പെടുത്തുന്ന ആ ഒരു മഹാസംഭവത്തെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 2-3 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്താ ആ ഒരു ദിവസത്തിൻ്റെ ഭയാനകതയെ നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ പിന്നെ എന്താണ് പറയുക, ഭയങ്കരമായ ആ സംഭവത്തെ അള്ളാഹു തആല നമ്മളെ മുമ്പിൽ എടുത്തു വെച്ച് കാണിച്ചു തരുന്നു അല്ലേ. പിന്നെ കദ്ദബത് സമൂദ് വആദും ബിൽ ഖാരിഅ നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ ആദ് സമുദായവും അതുപോലെ സമൂദ് ഗോത്രവും ഇവർ രണ്ടുപേരും ഈ ഒരു അൽ ഖാരിഅ എന്ന ആ ഒരു അല്ലേ ഭയങ്കരമായൊരു സംഭവത്തെ അവരെന്താക്കിയിട്ടുണ്ടായിരുന്നു, കളവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചത് അള്ളാഹു ഈ രൂപത്തിൽ എന്താ പറയുക, ഒരു ആദ്യ സമുദായത്തെ സമൂദ് ഗോത്രത്തെ അള്ളാഹു തആല നശിപ്പിച്ചത് ഒരു ഘോര ശബ്ദം മുഖേനയാണ് അല്ലേ. അതായത് അങ്ങേയറ്റത്തെ അതിര് കവിഞ്ഞ ഒരു സംഭവം. ഒരു മിനിറ്റ്. ഇപ്പം നമ്മൾ ചരിത്രത്തിൽ നിന്നും ഇവരുടെ ചരിത്രങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. ആദ്യ സമുദായം ആരായിരുന്നു, സമൂദ് ഗോത്രം ആരായിരുന്നു എന്നൊക്കെ. ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയാണ് ആദ്യ സമുദായം അല്ലെ. അവർ വലിയ ഊക്കന്മാരായിരുന്നു, വലിയ എന്താ പറയുക, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട് വലിയ തടിയും വണ്ണമൊക്കെ ഉള്ള വലിയ ശക്തന്മാരായ മനുഷ്യന്മാരായിരുന്നു എന്ന് പറയാം. അവർ വലിയ മലകൾ തുരന്ന് പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്.
അതുപോലെ സമൂദ് ഗോത്രം എന്ന് പറയുന്നത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയായിരുന്നു സമൂദ് ഗോത്രം. ഈ രണ്ട് സമുദായവും എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പ്രവാചകന്മാരെ കളവാക്കി. അവരല്ലാഹു നിങ്ങളെ ദൃഷ്ടാന്ത വലുതും കൊണ്ടുവന്നാൽ ഞങ്ങൾ വിശ്വസിക്കാന്നൊക്കെ പറഞ്ഞു അല്ലെ. സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ഒരു ദൃഷ്ടാന്തം തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാറയുടെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകത്തെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു തആല പുറത്തു കൊണ്ടുവന്നു. പക്ഷേ അത്രയും മുഅ്ജിസത്തുകൾ കൺമുമ്പിൽ കണ്ടിട്ട് പോലും അവർ വിശ്വസിക്കാൻ തയ്യാറാകാതെ കളവാക്കി. അത് മാത്രമല്ല, ആ ഒട്ടകത്തെ അവർ നീചന്മാരായ കുറച്ച് ആളുകൾ കൂടിയിട്ട് ആ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു. അതിന്റെ അനന്തരഫലമായിട്ട് നമ്മൾ സൂറത്തുൽ ഹാഖയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, അതൊന്നുകൂടി കുറച്ചും കൂടി ഒന്ന് വിശദീകരിച്ച് പറയാം. അപ്പം ഈ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ നേരിൽ കണ്ടിട്ട് അറിഞ്ഞിട്ട് പോലും അവരെ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? അള്ളാഹു തആല നീചന്മാരായ ആളുകളെ മുഴുവൻ അള്ളാഹു തആല എന്താക്കി? നശിപ്പിച്ചു കളഞ്ഞു അല്ലെ. മുൻകഴിഞ്ഞ നമുക്ക് പരലോകത്ത് ഖിയാമത്ത് നാളിന്റെ ആ ഭീകരത പറഞ്ഞു തരുമ്പോൾ കഴിഞ്ഞ കാല പ്രവാചകന്മാരിലെ അതായത് ധിക്കാരികളെ എപ്രകാരമാണ് അള്ളാഹു തആല ശിക്ഷിച്ചത്, അവർക്ക് വന്ന ശിക്ഷ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു തരുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കാര്യങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങേയറ്റം അല്ലെ, അവര് അതിരുകവിഞ്ഞ ഒരു സമുദായമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവർക്ക് അതിരുകവിഞ്ഞ രീതിയിലുള്ള ശിക്ഷ തന്നെ അവർക്ക് അള്ളാഹു തആല നൽകി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതികഠിനമായ അല്ലെ ആദ്യ സമുദായത്തെ അള്ളാഹു തആല നശിപ്പിച്ചത് എങ്ങനെയാ പറയുന്നത്? സമൂദ് ഗോത്രത്തെ അവരുടെ ധിക്കാര നിമിത്തം അല്ലെ, ഭീകരമായ ഒരു ശിക്ഷ എന്ന് വെച്ചാൽ ഘോര ശബ്ദമാണ് അവര്. സ്വൈഹ അല്ലെ, ശബ്ദം എന്ന് പറയുമ്പോൾ ഒരു ഇടിനാദം. നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ഒരു വലിയ ബോംബ് പൊട്ടിത്തെറിക്കുന്ന വിചാരിച്ചോ അല്ലെ, എന്തെങ്കിലും സ്ഫോടനം ഉണ്ടാവുന്ന വെച്ചോ, നമ്മളാകെ ബേജാറാകും അല്ലെ. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ നെഞ്ഞൊക്കെ ഒന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആവുന്നില്ല അല്ലെ. അവരെ നശിപ്പിക്കുമാർ അത്രയും കഠിനമായ ഒരു ശബ്ദമായിരുന്നു അവരെ അള്ളാഹു തആല നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല അയച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു വിചാരിച്ചാല് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ശിക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇന്ന് അല്ലേ അള്ളാഹു തആല ഇപ്പം അത് ഒരു അവധി വരെ അള്ളാഹു തആല നീട്ടി വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ തെറ്റ് ചെയ്യുന്ന ആളുകളെയും ശിക്ഷിക്കാൻ നിന്നാല് ചിലപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യന്മാരൻ ഉണ്ടാവൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അത്രമാത്രം മനുഷ്യരൊക്കെ അതപ്പതിച്ച് വല്ലാത്തൊരു ലോകമായി മാറിയിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഈ ദുനിയാവ്. ഇന്ന് വാർത്താ ചാനലൊന്നും കാണാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഞാൻ സത്യത്തിൽ നോക്കാറില്ല, പക്ഷെ ചിലപ്പോൾ ഉപ്പയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം എന്താണ് വെറുതെ നോക്കും. പക്ഷെ ഇപ്പം കാണുമ്പോൾ എല്ലാം കൊലപാതകം, അമ്മ മകനെ കൊല്ലുന്നു, മകന് അമ്മേനെ കൊല്ലുന്നു, കുട്ടീനെ കൊല്ലുന്നു അല്ലേ. ഇങ്ങനെ ഫുള്ള് കൊലപാതകത്തിന്റെ വാർത്തകളാണ് കേൾക്കുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഓരോ സംഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. എല്ലാ പ്രശ്നങ്ങളാ, ഫുള്ളും കുഴപ്പങ്ങളാ. ഈ നാട്ടിൽ നടക്കുന്ന കുഴപ്പങ്ങൾ ചിലതൊക്കെ പിടിക്കപ്പെടുന്നു, ചിലതൊക്കെ ആൾക്കാർ അറിയാതെ പോകുന്നു. അല്ലാഹു അക്ബർ. അത്രയും അതിരുകവിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ലോകം ഉള്ളത് അല്ലേ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും വരും തലമുറകളെയും കുടുംബാംഗങ്ങളെയും എല്ലാ ഫിത്നകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഫിത്നയിലും അകപ്പെടാതെ അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യുന്നാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹബ്ബൽ മസാക്കീൻ. നല്ല പ്രാർത്ഥനയാണ്, അതൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഫിഅലൽ ഖൈറാത്തിന് വേണ്ടിയിട്ട്, നന്മകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് എപ്പോഴും അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കാം. അതുപോലെ മുൻകറാത്ത്, വിരോധങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ, തർക്ക്, ഉപേക്ഷിക്കാൻ, നന്മകൾ ചെയ്യാനും തിന്മകളെ ഉപേക്ഷിക്കാനും അള്ളാഹുവിന്റെ സഹായം നമുക്ക് കൂടിയേ തീരും. നമുക്ക് ഏതൊരു സൽക്കർമ്മം ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ സഹായം വേണം. അപ്പൊ ഈ മുൻകാലഘട്ടത്തിലെ ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അങ്ങനെയുള്ളവരെ പോലെ ആകരുത് അല്ലെ. കാരണം അള്ളാഹു ഒരു ശിക്ഷ പിടികൂടാനുണ്ട്. ആ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഒരാളും അന്ന്
രക്ഷപ്പെടൂല. സുബ്ഹാനല്ലാഹ്. അപ്പം സമൂദിനെ അങ്ങനെ ശിക്ഷിച്ചു. അതുപോലെ ആദ് സമുദായത്തെ കാറ്റുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. മറ്റേത് ശബ്ദം, ഇപ്പുറത്ത് കാറ്റ്. ഒരു കാറ്റ് മതിയില്ലേ, ഒരു കാറ്റടിച്ചാൽ മതി മനുഷ്യനൊന്നും അല്ലാണ്ടായി തീരുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. നമ്മള് ഇപ്പൊ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന പ്രദേശത്തെ ആകെ ചുട്ടരിച്ച് കത്തി അമരുന്ന ഒരു വല്ലാത്തൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നു അല്ലെ. അവിടെ എന്താ, ആ കാറ്റ് അല്ലെ, കാറ്റ് ഇങ്ങനെ അടിക്കും തോറും ഈ തീ കെടുത്താൻ കഴിയാതെ അതിങ്ങനെ അണയാതെ അങ്ങനെ പോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ സാമ്രാജ്യ ശക്തിയുള്ള രാജ്യമാണ്, എന്തെല്ലാം കഴിവും അല്ലെ, പിന്നെ മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് പോലും എന്തെങ്കിലും ആവശ്യങ്ങളിലേക്ക് സഹായങ്ങൾ അയച്ചു കൊടുക്കുന്ന അത്രയും ശക്തമായ ആ അമേരിക്ക പോലുള്ള രാജ്യത്തിന് പോലും ആ ഒരു തീ അല്ലെങ്കിൽ ഒരു കാറ്റ് അത് അണക്കാൻ കഴിഞ്ഞില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് റഹ്മാനായ റബ്ബിന് വിചാരിച്ച അത് എന്താണ്, ശിക്ഷയാണോ, പരീക്ഷണാണോ, അനുഗ്രഹണോ ഒന്നും നമുക്ക് അറിയില്ല. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്താ നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ ഇവിടെ ആദ്യ സമുദായം ശക്തന്മാരായിരുന്നു. അവരെ കാറ്റടിച്ചിട്ട് ഈത്തപ്പനത്തെടികൾ കടപുഴകി വീഴുന്നത് പോലെ വീണ് നശിച്ചു എന്നാ പറയുന്നത്. തുടർച്ചയായി ശക്തമായി കാറ്റടിച്ചു. 7 പകലും 8 രാത്രിയും ശക്തമായ അല്ലെ ഇടിമിന്നലോട് കൂടിയ മഴയും കാറ്റന്നെ തുടർച്ചയായിട്ടുള്ള സ്വരി എന്ന് പറഞ്ഞ ശരശരയുള്ള ഇരമ്പി വീശുന്ന അതിശക്തമായ അതിശൈത്യമായ ഉഗ്രമായ കാറ്റ്. സഖറഹ അലൈഹിം 7 ലയാലിൻ വ 8 അയ്യാം എന്ന് പറഞ്ഞ അല്ലെ, 7 രാത്രിയും 8 പകലുകളും 7 രാത്രിയും 8 പകലുകളും തുടർച്ചയായി ഇങ്ങനെ നശിപ്പിക്കാനുള്ള അല്ലെ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ പിന്നെന്താണ്, القوم فيها سرعى فترى القوم فيها سرعى كأنهم أعجاز نخل خاوية. ഈത്തപ്പന തടികൾ മുരടോടെ കടപുഴകി വീഴൂലേ, അതേപോലെ അവര് വീണ് കിടക്കുന്നവരായ നിലയിൽ. സുബ്ഹാനല്ലാഹ്. കാരണം അത്രയും വലിയ തടിമാടന്മാരായിരുന്നു അവര്, അത്രയും ശക്തന്മാരായിരുന്നു, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള വലിയ മനുഷ്യന്മാരായിരുന്നു. മുൻകാലഘട്ടത്തിലെ അല്ലെ മനുഷ്യന്മാർക്ക് നല്ല ഉയരവും ശക്തിയൊക്കെ കൂടുതലായിരുന്നു, തടിയൊക്കെ. അത് കുറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താവുമ്പോഴേക്കും നല്ലപോലെ കുറഞ്ഞു അല്ലെ. എന്നാലും നമുക്ക് ചില രാജ്യങ്ങളിലെ മനുഷ്യന്മാരെ കാണാൻ കഴിയും, ഭയങ്കര തടിയും ഹൈറ്റൊക്കെ ആയിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഹജ്ജിന് ഉംറ ഒക്കെ മക്കത്ത് പോയാൽ നമുക്ക് എല്ലാ ജാതി മനുഷ്യന്മാരെയും കാണാൻ കഴിയും, നല്ല ഹൈറ്റും നല്ല തടിയും. നമ്മളെ കേരളത്തിലും ഒരു 3 ആള് പിന്നെ ഒന്നിച്ച് നിന്നാൽ ഇത്ര ഉണ്ടാവൂലേ, അങ്ങനത്തെ തടിയും ഹൈറ്റൊക്കെ ഉള്ള നല്ല വണ്ണമുള്ള ആൾക്കാരെ നമ്മൾ കാണാൻ കഴിയും. എന്നാൽ മെലിഞ്ഞൊട്ടിയ വളരെ കുറുകി അല്ലെ ഹൈറ്റ് കുറഞ്ഞ അങ്ങനെയുള്ള മനുഷ്യന്മാരും എല്ലാം ഉണ്ട് ഈ ഭൂമിയിൽ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, അല്ലാഹു തആല എന്താ പറഞ്ഞ, അവരെ അള്ളാഹു ഓരോരുത്തരെ നശിപ്പിക്കാൻ ഓരോന്നിനെ അയച്ചത് അല്ലേ. നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളില്ലേ. ആനപ്പടയുമായി വന്ന അബ്രഹത്ത് അല്ലെ, കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ നശിപ്പിക്കാൻ അള്ളാഹു തആല നിയോഗിച്ചത് എന്തിനായിരുന്നു? കുഞ്ഞു പക്ഷികൾ അല്ലെ, അബാബീൽ, ത്വയ്റൻ അബാബീൽ, കുഞ്ഞു പക്ഷികൾ. അവരുടെ കൊക്കുകളിൽ കുഞ്ഞു കല്ലുകളായിരുന്നു. പക്ഷെ അത് തീയിൽ ചൂള വെച്ച ചുട്ടെടുത്ത കല്ലുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു തആല വിചാരിച്ചാല് ഒക്കെ നശിപ്പിക്കാന് ഒട്ടും എന്ത് വേണ്ട, ഒരു സമയവും ഒരു പ്രത്യേകിച്ച് ഒന്നും വേണ്ട. റബ്ബ് തീരുമാനിച്ചത് അങ്ങ് നടക്കും. അല്ലെ, കുൻ ഫയകൂന. അള്ളാഹു നമ്മളെ എല്ലാരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അമീൻ. എന്നിട്ട് അള്ളാഹു തആല നമ്മളോട് ചോദിക്കും, ഇനി അവരുടേതായിട്ട് അവശേഷിക്കുന്ന വല്ലതും നീ കാണുന്നുണ്ടോ? എന്തെങ്കിലും നീ ബാക്കിയായിട്ട് കാണുന്നുണ്ടോ? അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആരെക്കുറിച്ചാണെന്നറിയോ? وجاء فرعون ومن قبله والمؤتفكات بالخاطئة
فعصوا رسول ربهم فأخذهم أخذة رابية إنا لما طغى الماء حملناكم في الجارية. ഒരുപാട് സമൂഹങ്ങളെ, മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ എന്തിനാണെന്നറിയോ നിരത്തി കാണിക്കുന്നത്? നമ്മൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വജാഅ ഫിർഔൻ, അതിനുശേഷം അല്ലെ ഫിർഔൻ വന്നു. നമ്മൾ സൂറത്തുൽ ഫജ്ർ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ എല്ലാം കാര്യങ്ങൾ ഇതുപോലെ നിരത്തി പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ആദും സമൂദും ഫിർഔനും എല്ലാം, ഫിർഔനും അവന്റെ മുമ്പുള്ളവരും അല്ലേ. വൽ മുഅ്തഫികാത്തു ബിൽ ഖാത്തിഅ, മുഅ്തഫികാത്തു ബിൽ ഖാത്തിഅ എന്ന് പറഞ്ഞാൽ അടിമേൽ മറഞ്ഞ, കീഴ്മേൽ മറഞ്ഞ, തല കീഴായി മറഞ്ഞ, അതാരായിരുന്നു? ലൂത്തിന്റെ ജനത അല്ലെ. ലൂത്ത് നബി അലൈഹിസ്സലാമിന് വന്ന ആ ജനതക്ക് വന്ന പരീക്ഷണം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരെ ആകെ അങ്ങ് മറിച്ചിട്ട് തല കീഴായി അല്ലേ. അതിന്നും നമുക്ക് അവശേഷിക്കുന്ന ഒരു ഒരു ഭൂപ്രദേശം അല്ലെ, തരിശായി കിടക്കുന്ന, നിർജീവമായി കിടക്കുന്ന, ജീവനില്ലാത്ത ഒരു രാജ്യമായി, അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച ഒരു രാജ്യമായി ഇന്നും അത് കിടക്കുകയാണ് നമ്മളെ മുമ്പിൽ. അള്ളാഹു തആല അത് ഒരു കാഴ്ച വസ്തുവായിട്ട് നമ്മളെ മുമ്പിൽ ഒരു തെളിവായി ദൃഷ്ടാന്തമായി അവശേഷിപ്പിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ചാവുകടല് അങ്ങനെയൊക്കെ ആയിട്ട് ആ പ്രദേശങ്ങൾ ഇപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു തആല പറയുന്നു, അവര് എന്ത് കാരണത്താലാ ഇവർക്കൊക്കെ ശിക്ഷ വന്നത്? ബിൽ ഖാത്തിഅ, അവര് തെറ്റായ പ്രവർത്തനം കൊണ്ടുവന്നു. അത് കാരണത്താൽ ഫിർഔനും അവന് മുമ്പുള്ള ആളുകളും എല്ലാം എന്തായി? അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അവരെന്താ ചെയ്തത്? ഫഅസൗ, എന്നിട്ട് അവർ അനുസരണക്കേട് കാട്ടിയില്ലേ റസൂല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ റസൂലിൻ. അങ്ങനെ അള്ളാഹു തആല ഫഅഖദഹും, അവരെ പിടികൂടി, അവരെ അവൻ പിടിച്ചു. അഖ്ദത റാബിയ, ഒരു ശക്തമായ പിടുത്തം, ഒരു ശക്തിയേറിയ ഒരു പിടുത്തം അവരെ പിടിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല ഇവരൊക്കെ പിടിച്ചു അല്ലേ. ഫിർഔനെയും പിടികൂടി. ഫിർഔൻ നശിപ്പിക്കപ്പെട്ടില്ലേ, ഫിർഔൻ ശിക്ഷിക്കപ്പെട്ടില്ലേ. സുബ്ഹാനല്ലാഹ്. ഓരോ സമുദായങ്ങളും പ്രവാചകന്മാർ വന്നു, അവരിലേക്ക് പ്രവാചകന്മാർ വന്നു, അവർ ദഅവത്ത് ചെയ്തു, അള്ളാഹുലേക്ക് റസൂലിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവർ കളവാക്കി, നിഷേധിച്ചു, ധിക്കാരം പ്രവർത്തിച്ചു, അള്ളാഹുവിനെ എതിർത്തു അല്ലെ. അങ്ങനെ ധിക്കാരികളായതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല അവരെല്ലാം ശിക്ഷിച്ചു. അതാ പറയുന്നത്. അതുപോലെ വേറൊരു സംഭവം അടുത്ത ആയത്തിൽ, ഇത് ഓരോ ആയത്തിലും ഓരോ നബിമാരുടെ ചരിത്രം ഉൾക്കൊള്ളിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെത് ഒരു വാക്കിലാണ് ഇവിടെ പറഞ്ഞൊതുക്കിയത്. വൽ മുഅ്തഫികാത്തു, കീഴ്മേൽ മറിക്കപ്പെട്ട. സത്യത്തിൽ ആ നാട്ടിലെ ജനങ്ങൾ ചെയ്ത ഒരു തിന്മ എന്ന് പറയുന്നത് എന്താണ്? അവർ സ്വവർഗബോധം, സ്വവർഗഭോഗം, സ്വവർഗരതി, അതായിരുന്നു അവരുടെ തിന്മ. സ്വന്തം ഇതിൽപ്പെട്ട ഇന്നിപ്പോ നമ്മുടെ നാട്ടില് അതിപ്പം സർവ്വസാധാരണമായിട്ട് മാറിയില്ലേ. ആണും പെണ്ണും തമ്മിൽ സൗഹൃദവും ബന്ധവും, അതെന്താ ഇപ്പം കുഴപ്പോ അല്ലേ എന്നുള്ള രീതിയിലേക്ക് മാറി. നിയമം അവർക്ക് അനുകൂലമായി മാറി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാനും എല്ലാ മക്കളെയും അങ്ങനെയുള്ള ഫിത്നകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഭയങ്കരമായ തെറ്റാണത്. ഭയങ്കരമായ തെറ്റാന്ന് വെച്ചാൽ അത്രയും ഭയങ്കരമായ തെറ്റാണ് ഈ സ്വവർഗഭോഗം എന്ന് പറയുന്നത്. വല്ലാത്തൊരു പൈശാചികതയാണത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അതിൽ പെട്ടുപോവുകയാണ്. ക്യാമ്പസുകളിൽ, കോളേജുകളിൽ പറഞ്ഞയക്കുന്ന അല്ലെ, ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ മക്കളുടെ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കണം. എത്ര നല്ല കുട്ടികളാണ് നമ്മൾ വിചാരിച്ചാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവർക്ക് ബോധവൽക്കരണം കൊടുക്കണം. അങ്ങനെയുള്ളതിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെയും മക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അവിടൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷ അപ്പൊ തന്നെ വന്നു അല്ലേ. ചിലതൊക്കെ അള്ളാഹു തആല പിന്നത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്തു. പിന്നെ അടുത്ത പറയുന്നത് എന്താ? ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ, വെള്ളം അതിര് കവിഞ്ഞ സമയത്ത് നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിക്കുകയുണ്ടായി എന്നാ പറയുന്നത്. ഇന്നാ ലമ്മാ തഗൽ മാഉ അല്ലേ,
വെള്ളം അതിര് കവിഞ്ഞ സമയത്ത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ രക്ഷപ്പെടുത്തിയ, അവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? നൂഹ് നബി അലൈഹി സ്വലാമിനെ കപ്പലിൽ കയറ്റി അള്ളാഹു തആല ആ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ കപ്പലിൽ കയറ്റിയ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ അന്ന് കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നുള്ള ബാക്കിയുള്ള ജനതകൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനില് നമ്മൾ പരിശോധിച്ചാലില്ലേ, ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രം പല സ്ഥലങ്ങളിലായി അവിടെ ഇവിടങ്ങളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. അല്ലെ, നിങ്ങളെ വെള്ളം അതിര് കവിഞ്ഞ സമയത്ത് കപ്പലിൽ കയറ്റി രക്ഷിക്കുകയുണ്ടായി നമ്മളെ പൂർവിക സമൂഹത്തെ. നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കുമ്പോൾ എല്ലാവരും പരിഹസിച്ചു. സുബ്ഹാനല്ലാഹ്. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. എത്രയോ വർഷങ്ങളെടുത്താണ് അദ്ദേഹം ചെടി നട്ട് വൃക്ഷത്തൈകൾ നട്ട് അത് വലുതായി എന്നിട്ടാണ് അത് കപ്പലുണ്ടാക്കുന്നത്. എന്നിട്ട് കപ്പലുണ്ടാക്കുമ്പോൾ ആളുകളൊക്കെ പരിഹസിച്ചില്ല. ആ ഒരു സ്ഥലത്ത് കപ്പലുണ്ടാക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും കപ്പലുണ്ടാക്കുമല്ലേ ഭ്രാന്തനെന്നും മറ്റും പരിഹസിച്ചു. പക്ഷേ എന്താ, അടുപ്പിൽ നിന്നാണ് ഉറവ് പൊട്ടിയത് അല്ലേ? പാറത്തന്നൂർ എന്ന് പറഞ്ഞത്. അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടി, ആകാശത്തുനിന്ന് പേമാരി, അങ്ങനെ വെള്ളം കയറി 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 അപ്പൊ കപ്പലിന്റെ ആവശ്യം വന്നു ആ നാട്ടില്. അള്ളാഹുവിലെ ഹിക്മത്തോടെ ഓരോ ജീവികളിൽ നിന്നും ഇണകളെയും എല്ലാ വലിയ കപ്പലാന്ന് പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പഴയ ചരിത്രത്തിലെ കപ്പലല്ലേ, ചെറിയൊരു കപ്പലായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവൂലേ? ചെറിയ കപ്പലൊന്നുമില്ല, 3 നിലകളുള്ള വലിയ കപ്പലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിൽ ഓരോ ഇതിലെ വലിയ വലിയ വന്യജീവികള്, പരസ്പരം ആക്രമിക്കാത്ത ജീവികള്, പിന്നെ മനുഷ്യർ, അങ്ങനെ പലതും അല്ലെ, ചെടികൾ, സസ്യങ്ങൾ, അങ്ങനെ പലതും പലതും കയറ്റി കൊണ്ടുവന്ന വലിയൊരു കപ്പലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുമ്പിൽ എന്തിനാ കാണിച്ചു തരുന്നത്? അല്ലാഹു തആല പറയുന്നത് ലിനജഅലഹാ ലകും തദ്കിറതൻ വതഇയഹാ ഉദുനുൻ വാഇയ. നിങ്ങൾക്കിതൊരു സ്മരണയാക്കാൻ, ഓർമ്മയാക്കാൻ, നമുക്ക് ഓർമ്മിക്കാൻ. ദിക്റ അല്ലെ, തദ്കിറയാണ് ഇതൊക്കെ. ലിനജഅലഹാ ലകും, നിങ്ങൾക്കാക്കുവാൻ വേണ്ടി, തദ്കിറതൻ ഒരു സ്മരണ, ഒരു ഉപദേശം. പിന്നെയോ അവയെ പഠിക്കാൻ, അവയെ പഠിക്കാൻ, ഗ്രഹിക്കാൻ. എന്തിനെ കൊണ്ട്? ഉദുനും വാഇയ, നമ്മളെ ചെവികൾ, കാതുകൾ കൊടുത്ത് അല്ലെ, കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത്. ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് വന്ന, അല്ലെങ്കിൽ അവരുടെ ജനതകൾ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ? നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളുകൾ ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. ആദ്യം അൽഹാഖ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ആ ഘോര സംഭവം, മഹാസംഭവം, അത് ഖിയാമത്ത് നാളിനെ കുറിച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖതുൻ വാഹിദ. അങ്ങനെ ആ കാഹളത്തിൽ ഒരു ഊത്ത് ഊതപ്പെട്ടാൽ, നുഫിഖ അല്ലേ, ഊതപ്പെട്ടാൽ, ഇദാ നുഫിഖ ഫഇദാ നുഫിഖ എന്നാൽ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി കാഹളത്തിൽ കൊമ്പിൽ, നഫ്ഖതുൻ വാഹിദ ഒരൊറ്റ ഊത്ത്. ആദ്യത്തെ ഊത്തോടു കൂടി എന്താകും? എല്ലാം തകർന്ന് തരിപ്പണമാകും അല്ലേ? എല്ലാം ചാമ്പലാകുന്ന വല്ലാത്തൊരവസ്ഥ. വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദ. മലകൾ ഉയർത്തപ്പെടും അല്ലേ?
പൊക്കപ്പെടും. ഭൂമിയും മലകളും പർവ്വതങ്ങളും ഉയർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഇത് രണ്ടും എന്താക്കും? ദുഃഖത ദക്കതം വാഹിദ, ഒരു ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി തകർത്ത് തരിപ്പണമാക്കും എന്ന് പറയുന്നത്. അതാണ് ദുഃഖത ഫദുഃഖത ദക്കതം വാഹിദ. ഭൂമിയും പർവ്വതങ്ങളും എല്ലാം പൊടിച്ച് തരിപ്പണമാക്കി, ഒന്നുമല്ലാത്ത അല്ലെ, ഒരു ഖാഅതൻ സഫ്സഫ, ഒരു വലിയ മൈതാനം പോലെ ആകും ഈ ഭൂമി. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പരലോകം എന്ന് പറഞ്ഞിട്ട് കുറേ മുമ്പ് ഞാനൊരു ക്ലാസ് കേൾക്കാനിടയായിട്ടുണ്ടായിരുന്നേ. അന്ന് നമുക്കിങ്ങനെ ദൃശ്യാവിഷ്കാരത്തോടെ ആയിരുന്നു അവർ ക്ലാസ്സുകൾ നമുക്ക് കാണിച്ചു തന്നിരുന്നത്. അന്ന് ആ ക്ലാസ് കേൾക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ പൊടിച്ച് പൊടിയാക്കും അങ്ങനെ ഭൂമി. അപ്പം ഒരു 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 വിഷനായിട്ട് അവരിങ്ങനെ പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ സമുദ്രങ്ങളുണ്ടല്ലോ അല്ലേ, സമുദ്രങ്ങളൊക്കെ വറ്റി വരളും, ഒന്നും ഉണ്ടാവൂല അല്ലേ, വെള്ളമൊന്നും ഉണ്ടാവൂല. അപ്പം വലിയ ആഴത്തിലല്ലേ സമുദ്രങ്ങളുള്ളത്. അപ്പം ചില പർവ്വതങ്ങൾ ഭയങ്കര ഉയരത്തിലാണല്ലോ ഉള്ളത് അല്ലേ. അപ്പം അവരിങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞത്, എനിക്ക് എത്രത്തോളം അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവരിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, അതായത് ഒരുപക്ഷെ അങ്ങനെ ആകാം എന്നുള്ള രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഈ പർവ്വതങ്ങൾ ഇപ്പം അത്ര തന്നെ ആഴത്തിൽ പിന്നെ ഭൂമിന്റെ അടിത്തട്ടിലേക്ക് ഇപ്പൊ ഈ പർവ്വതങ്ങൾ പൊടിച്ച് ഈ പിന്നെ സമുദ്രങ്ങളുള്ള ഭാഗത്തേക്ക് ആണ് ഇടുവാന്ന്. അതായത് ആ രീതിയിൽ മൊത്തം എന്താകും? സമനിരപ്പായ ഒരു പ്രദേശമായിട്ട് മാറുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അഅലം എന്തായിരിക്കും സംഭവിക്കുക ഒന്നും നമുക്ക് പറയാൻ കഴിയൂല അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല എന്താണ് അന്ന് സംഭവിപ്പിക്കുന്നത്? ആ ഭീകരമായ ഒരു അവസ്ഥ അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾക്കൊരു ചെറിയ കുഞ്ഞു ഒരു ഭൂചലനം സംഭവിച്ചാൽ തന്നെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ അല്ലേ. ഒരു കുഞ്ഞു ഒരു പിന്നെ ഒരു മല ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഒരു മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ മൊത്തം അല്ലെ, ഒരു നാട് അങ്ങ് ഇല്ലാതായി പോയൊരവസ്ഥക്ക് നമ്മളിപ്പം ഈ അടുത്ത് വയനാട് അല്ലെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ പെട്ടുപോകുമ്പോൾ പെട്ടെന്നാണ് സംഭവിക്കുക അല്ലേ. പെട്ടെന്നാണ് സംഭവിക്കുക, പെട്ടെന്നുള്ള മരണം. അല്ലേ, നമ്മളൊരു എപ്പോഴും നമ്മൾ മരണത്തിന് തയ്യാറെടുത്തുകൊണ്ട് തന്നെ ജീവിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏത് സമയത്തും ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് അല്ലെ, ഇതെൻ്റെ അവസാനത്തെ, അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തോക്ക്. നല്ല റാഹത്തായിട്ട് നമുക്ക് ചെയ്യാനും കഴിയും. ഒരിത്തിരി ആത്മാർത്ഥതൊക്കെ അവർ വരും അതിൽ. അങ്ങനെയല്ലേ നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ നമ്മളൊരാളും തയ്യാറായിട്ടില്ല അല്ലേ. ഈ അടുത്തൊരു വീഡിയോ കാണാനിടയുണ്ട്. അതിൽ ഒരു പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ അതിജയിച്ച ഒരു സ്ത്രീ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർ പറഞ്ഞു, രോഗം എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അവസരമാണ്. കാരണം ഒരാളൊരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ടാൽ അയാൾ ഏത് സമയത്തും ആ രോഗത്തെക്കുറിച്ചും അതിനുശേഷം അയാളുടെ മരണത്തെക്കുറിച്ചും ആയിരിക്കും ചിന്തിക്കുക അല്ലേ. ഏത് സമയത്തും എനിക്ക് മരണം എന്നത് വരാം. അപ്പോൾ അയാൾക്കൊരു തിരിച്ചറിവിനും തിരിച്ചു പോക്കിനും നന്നാകാനും നന്മകൾ ചെയ്യാനും തൗബ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമാണല്ലേ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നന്നാകാനുള്ള അവസരമാണെന്ത്, ഒരുപാട് രോഗങ്ങളൊക്കെ വന്ന് കിടപ്പിലായി അങ്ങനെയൊക്കെ മരണപ്പെടുമ്പോൾ. നേരെ മറിച്ച് പെട്ടെന്നൊരാളൊരു അപകടത്തിലോ മറ്റോ മരണപ്പെടാന്ന് വിചാരിച്ചോ, അയാളൊരു യാതൊരു വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ലെങ്കിൽ അല്ലേ, അയാൾക്കത് വലിയൊരു ഷോക്കായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതുകൊണ്ട് തന്നെ രോഗം വരാനോ പ്രയാസങ്ങൾ ഉണ്ടാവാനോ അല്ല പറയുന്നത്, നമ്മൾ എപ്പോഴും മരണത്തിന് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. എപ്പോൾ മരിച്ചാലും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനത്തോടെ മരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. സമാധാനത്തോടെ റബ്ബിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അള്ളാഹു ഏറ്റവും
അല്ലെ നല്ല രീതിയിൽ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ റമളാനിന് മുന്നോടിയായിട്ടുള്ള ഈ ഷാബാൻ മാസത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ നിലക്കും നമ്മൾ പരിശുദ്ധരായി കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് നോമ്പുകാരായിക്കൊണ്ട് അല്ലെ ഖുർആൻ പാരായണക്കാരായിക്കൊണ്ട് ദിക്റുകൾ ചെയ്യുന്നവരായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടട്ടെ. അപ്പോൾ നമ്മൾ അള്ളാഹു അല്ലെ ആ ഷാബാൻ 15 രാവിലെ അള്ളാഹു ആകാശ ലോകത്തുനിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു നോക്കുന്ന പറയുന്നു. എന്നിട്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. രണ്ട് കൂട്ടർക്കൊഴികെ അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതാരൊക്കെയാണ്? ഒന്ന്, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, മുശ്രിക്കിന് അള്ളാഹ് പുറത്തു കൊടുക്കൂല. ഷിർക്ക് ചെയ്യുന്ന ആൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല. അല്ല ഷിർക്ക് ചെയ്യുന്ന നമ്മളെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ. അള്ളാഹുവേ അവർക്ക് നീ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി റഹ്മാനെ. അവരുടെ ആ ഷിർക്കിൽ നിന്ന് അവരെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ജാറങ്ങളിലും മക്കബറകളിലും ഉറൂസുകളും അല്ലെ ആണ്ട് നേർച്ചയും കുറേ കൊണ്ടാടുന്ന അള്ളാഹു അല്ലാത്തവരിലേക്ക് ദുആ ചെയ്യുന്ന, ജാറങ്ങളിലും മക്കബറകളിലും പോയി പ്രാർത്ഥിക്കുന്ന, വിളക്ക് കത്തിക്കുന്ന, എത്രയോ വലിയ അറിവില്ലാത്തതിൻ്റെ പേരിലും അറിവുള്ളതിൻ്റെ പേരിലും ഇങ്ങനെയുള്ള ശിർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഉണ്ട്. അന്യമതസ്ഥർ പോട്ടെ, അത് ഒരു ഭാഗത്ത് അവർ വിശ്വാസികളെല്ലാം എന്ന് വിചാരിക്കാം. പക്ഷേ വിശ്വാസികൾ എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ലേബിളും കൊടുത്തിട്ട് ഇല്ലാത്ത കുറേ അനാചാരങ്ങളും ഷിർക്കൻ വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന എത്രയോ മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ അവർക്ക് നീ മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്ക് റഹ്മാനെ. യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവെ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ ഷാബാനിൻ്റെ എല്ലാ ബർക്കത്തും എല്ലാം റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ആ പാപമോചനം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഒന്ന് മുശ്രിക്കാ പറഞ്ഞ, മറ്റൊന്ന് മുഷാഹിനാ പറഞ്ഞ. ഇവർക്ക് രണ്ടാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല. മുഷാഹിൻ എന്ന് പറഞ്ഞ ഷഹന എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ മറ്റുള്ള ആരോടെങ്കിലും ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് പറയുന്നത്. ആരോടും മനസ്സിൽ ദേഷ്യം, വെറുപ്പ് വെച്ച് പുലർത്താൻ പാടില്ല. ഇണങ്ങാനും ചേർന്ന് നിൽക്കാനും ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കാനും ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു എല്ലാവരുടെയും മനസ്സുകളിൽ അള്ളാഹു ഇണക്കമുണ്ടാക്കട്ടെ. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങി മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ കുടുംബങ്ങളിലും പലതരത്തിലുള്ള വിള്ളലുകൾ സംഭവിക്കുന്നുണ്ടാകും. എല്ലാ വിള്ളലുകളും അടച്ച് നല്ല സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയാൻ അള്ളാഹു നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അപ്പോൾ റമളാനിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ പോകുന്നതിന് മുമ്പ് എല്ലായിടത്തും പോയി പൊരുത്തപ്പെടലും അങ്ങനെയൊക്കെ ചെയ്യും. നോമ്പിന് ശരിക്കും നമ്മൾ അതുപോലെ തന്നെ എല്ലായിടത്തും പോയി ഒന്ന് പൊരുത്തപ്പെടണേന്ന് പറയലല്ല, നമ്മൾ മനസ്സുകൊണ്ട് ക്ലിയർ ആക്കുക. ആരോടും ഒരു ദേഷ്യവും വെറുപ്പോ മനസ്സിൽ വെച്ച് പുലർത്താതെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നമുക്ക് അള്ളാഹു പറഞ്ഞ ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ പറഞ്ഞു വന്നത് ആ ഒരു പരലോകം ആ മഹ്ശറ, ആ കാഹളമൂത്ത്, ഒന്നാമത്തെ കാഹളമൂത്തിൽ പർവ്വതങ്ങളൊക്കെ എന്താകും? അള്ളാഹു തആല പൊടിച്ച് തരിപ്പണമാക്കി കളയും. സുബ്ഹാനല്ലാഹ്. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ. ആ അന്നത്തെ ദിവസം ഒരു വലിയൊരു സംഭവം സംഭവിക്കുകയായില്ലേ. വൻഷഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ. ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും. അന്നത് ദുർബലമായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ആകാശം അതൊക്കെ പൊട്ടി തകർന്ന് താഴെ വീഴുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അന്നത്തെ ആ ഭയാനകമായ ദിവസത്തിൽ നമ്മളെങ്ങാനും ഒറ്റപ്പെട്ടു പോയാൽ ആരും കൂട്ടിനുണ്ടാകൂല. എല്ലാവരും നഫ്സി നഫ്സി സ്വന്തം കാര്യം നോക്കി ഓടുന്നുണ്ടാകും. ഒരാളുടെ പാപഭാരവും ഏറ്റെടുക്കാനോ ചുമക്കാനോ ഒന്നും തയ്യാറാകൂല. എല്ലാവരും സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ടാവും. അള്ളാഹുവേ ഒറ്റപ്പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് അനുകൂലമായി ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് നീ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖുർആനിനെ ഞങ്ങൾക്കൊരു കൂട്ടുകാരനായി ഒരു തണലായി, ഒരു മേഘത്തണലായി
ഒരു പക്ഷിക്കൂട്ടങ്ങളായിട്ട് നാളെ റഹ്മാനായ റബ്ബെ നിന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് നീ തുണയായി നൽകണേ റഹ്മാനെ. ഈ പരിശുദ്ധ ഖുർആൻ അതുപോലെ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖുർആനിൻ്റെ വക്താക്കളായി, സ്വാഹിബുൽ ഖുർആനായി, ഖുർആനിൻ്റെ കൂട്ടുകാരനായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. അപ്പം അതുകൊണ്ട് ആയത്ത് കുറേ ആയിപ്പോയി. ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അടുത്ത ആഴ്ച 7:10 കേട്ടോ ക്ലാസ്. 7:10 15. ഓക്കെ, ഇൻഷാ അള്ളാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പഠനം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ അള്ളാഹു മനസ്സിലാക്കാൻ, പാരായണം ചെയ്യാൻ അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യട്ടെ. പുണ്യങ്ങൾ വാരിക്കൂട്ടേണ്ട റമദാനിലേക്കുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ ഈ ഷാബാനിൽ തന്നെ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നന്നാക്കുക. എല്ലാവരും പരിശ്രമിക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സൽക്കർമ്മം അധികം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ രാവിലെ ഉണരുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കർമ്മങ്ങൾ നന്നാക്കുക. കുഞ്ഞു കുഞ്ഞു സമയങ്ങൾ പോലും ഉപയോഗപ്പെടുത്തുക. റബ്ബിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് തന്നെ കഴിച്ചുകൂട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരും കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.